ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 3 ഈ ഒരു ഞായറാഴ്ചയും ഗംഭീര ബുക്കിങ്ങുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. സിനിമയ്ക്ക് 225 കോടി ഇന്നോടെ എത്തുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. ഇതിനോടകം തന്നെ 9-ാം ദിനം സിനിമ 200 കോടി കടന്നു എന്നുള്ള ട്രാക്കേഴ്സ് വിലയിരുത്തലും 7 ദിനം കൊണ്ട് 200 കോടി കടന്നു എന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ ഇന്നോടെ 225 കോടി കടക്കും. കേരളത്തിൽ ഇന്നലത്തെ കളക്ഷൻ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ 4,58,00,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. കർണാടകത്തിൽ നിന്ന് 55 ലക്ഷം രൂപ ലഭിച്ചപ്പോൾ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 31 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് 33 ലക്ഷം രൂപ നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 22 ലക്ഷം രൂപ കൂടിയാണ് നേടിയത്. അങ്ങനെ നോക്കുമ്പോൾ 5,99 ലക്ഷം രൂപയാണ് ഇന്ത്യ കളക്ഷനായി വന്നത്. ഇതിനോടകം തന്നെ മറ്റൊരു റെക്കോർഡ് ഈ സിനിമ തീർത്തിരിക്കുകയാണ്. എമ്പുരാൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ ഈ ഒരു സിനിമ തൂക്കിയിരിക്കുന്നു. 34,47 ലക്ഷം രൂപയായിരുന്നു എമ്പുരാൻ്റെ ആ ഒരു കളക്ഷൻ. ഇവിടെ അത് തീർത്തിരിക്കുകയാണ് ഈ ഒരു ബോക്സ് ഓഫീസ് രാജാവെന്ന് പറയാം. 35 കോടി ഇന്നലത്തോടെ ഈ ഒരു സിനിമ കടന്നിരിക്കുന്നു. ഇനിയുള്ളത് മഞ്ഞുമൽ ബോയ്സും അതേപോലെ തന്നെ നമുക്ക് ലോകയുമാണ്. എന്തായാലും അതെല്ലാം തകർക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സ് ഓഫീസ് തൂക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഓഫീസിലെ അശ്വമേധം മോഹൻലാൽ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിനെ തകർക്കാൻ വേറെ ഏതെങ്കിലും ഒരു സിനിമയോ വരുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. ഏത് വന്നാലും അടുത്തത് മോഹൻലാൽ വീണ്ടും ഇറങ്ങി അത് തകർക്കും. തമിഴ്, തെലുങ്ക്, കന്നഡയിൽ നിന്ന് മാത്രം സിനിമ 30 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇന്നലെയും ലാസ്റ്റ് 24 മണിക്കൂറിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,64,000 ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോകാൻ കഴിഞ്ഞു എന്ന റെക്കോർഡാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്ന ദിവസം സിനിമ 80 കോടിയിലേക്ക് എത്തും. ഇന്നത്തോടെ 75 കോടി സിനിമ കടക്കും. എന്തായാലും ഇന്ന് ഞായറാഴ്ചയും മികച്ച ബുക്കിംഗ് തന്നെയാണ്. പ്രീ സെയിലിലൂടെ 2 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഇപ്പോൾ തന്നെ 3.5 കോടിക്കടുത്ത് എത്തിയിട്ടുണ്ട്. വീഡിയോസ്